ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ട്രോമ ബോണ്ട് എന്ന റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയാം. ശരിക്കും ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന ഒരാളോട് തന്നെ നമുക്ക് ശക്തമായിട്ടുള്ളൊരു മാനസിക ബന്ധം തോന്നുകയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ട്രോമ ബോണ്ടിങ് എന്ന് പറയാം. ഇത് സത്യമായിട്ടുള്ളൊരു പ്രണയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം എന്താണ്, ഇതൊരു പെയിൻ പ്ലസ് ഒരു ഡിപ്പെൻഡൻസിയാണ്. അതായത് ഒരു വേദനയും അതിൽ നിന്നും കിട്ടുന്ന ഒരു ആശ്രയവും ഇങ്ങനെ ചേർന്നിട്ടുള്ളൊരു ബന്ധത്തിനെയാണ് നമ്മൾ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. ശരിക്കും ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യും. അതായത് വളരെ കെയർ കാണിക്കും, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, അതുപോലെ തന്നെ ഭയങ്കര ഒരു ബോണ്ടിങ് പോലെ ഒക്കെ നമുക്ക് തോന്നിക്കും. അതായത് ഒരു അതിയായിട്ടുള്ള സ്നേഹവും ശ്രദ്ധയും നൽകുന്ന പോലെ ഈ റിലേഷൻഷിപ്പിൽ തോന്നിപ്പിക്കും. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ളൊരു ഇഗ്നോർ ചെയ്യൽ, ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുക, പിന്നെ പലതരത്തിലുള്ള മാനസിക പീഡനങ്ങൾ പോലെയൊക്കെ ഇതൊന്ന് മാറും. ഇതിൻ്റെ ഈ ഒരു രീതി മാറും. എന്നിട്ട് പിന്നെ വീണ്ടും ഒരു സ്നേഹം പോലെ വന്ന് ഒരു സോറി പറയുക, വീണ്ടും അടുത്തേക്ക് വരിക. അപ്പോൾ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ആവർത്തിക്കും. അങ്ങനെ വേദനിപ്പിച്ചതിന് ശേഷം പിന്നെ ബ്രെയിനിന് ഒരു സ്നേഹം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു ബ്രെയിൻ സിസ്റ്റത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അതൊരു വലിയൊരു റിവാർഡ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിള് ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊന്ന് വിട്ടു പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും. ട്രോമ ബോണ്ട് ഉണ്ടാകാനുള്ളൊരു കാരണം, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ചൈൽഡ്ഹുഡായിട്ടുള്ള വൂൺസ് വളരെയധികം ഉണ്ടായിരിക്കും ഇത്തരം വ്യക്തികൾക്ക്, അതായത് ബാല്യകാല വേദനകൾ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെടുമോ എന്നൊരു ഭയം ഉണ്ടായിരിക്കും. കാരണം അവർക്ക് അവരുടെ കുട്ടിക്കാലത്ത് ലഭിക്കേണ്ട സ്നേഹം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും തിരസ്കരിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും. അതായത് ഒരു അബാൻഡൻമെൻറ്റ് ഫിയേഴ്സ് അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. പിന്നെ അവർക്ക് തന്നെ അവരുടെ ഒരു സെൽഫ് വർത്തിനെ കുറിച്ചിട്ട് ഒരറിവുണ്ടായിരിക്കില്ല. അത് അവർക്ക് വളരെയധികം കുറവായിരിക്കും. പിന്നെ എപ്പോഴും മറ്റൊരാളുടെ വാലിഡേഷൻ ആവശ്യമുള്ളവരായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുകയാണ്, ഇയാളില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നും. അപ്പോൾ ഇതുകൊണ്ടാണ്, ഇത്തരം റീസണാണ് ഈ ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിലേക്ക് ഒരു വ്യക്തിനെ അടുപ്പിക്കാനുള്ള മെയിൻ കാരണങ്ങൾ. ഇനി നമ്മളൊരു ട്രോമ ബോണ്ട് റിലേഷൻഷിപ്പിലാണെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതലും ആങ്സൈറ്റി, അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റി, ഇതൊക്കെ ആയിരിക്കും കൂടുതലുണ്ടായിരിക്കുക. പിന്നെ നമ്മൾ മിക്ക സമയങ്ങളിലും നമുക്ക് ടെൻഷനായിരിക്കും. പിന്നെ നമുക്ക് അത്രത്തോളം പെയിൻ ഉണ്ടായാലും നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ ഈ ഒരു വ്യക്തി മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. ഇത്തരം റിലേഷൻഷിപ്പുകളാണെങ്കിൽ നമുക്കതൊരു ട്രോമ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇപ്പോൾ ഇതിലേറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുമ്പോൾ, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുമ്പോൾ അതെല്ലാം നമുക്കൊരു ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം പോലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. അതായത് നമുക്കൊരു പീസ്, നമുക്കൊരു റെസ്പെക്റ്റ്, ഇമോഷണൽ ആയിട്ടുള്ളൊരു സേഫ്റ്റി, അതായത് ഇതൊന്നും ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. ഇനി നമുക്ക് ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പും തമ്മിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാമെന്ന് നോക്കാം. അപ്പോൾ ട്രോമ ബോണ്ട് റിലേഷൻഷിപ്പ് ഭയത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഡീപ്പായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കൂടുതൽ ആങ്സൈറ്റി, ഇൻസെക്യൂരിറ്റി, ഇതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ആൾക്ക് മാനിപ്പുലേഷൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇമോഷണലായിട്ട് നമ്മൾ വളരെയധികം ഡ്രെയിനിങ്ങും ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ. പിന്നെ ഈ പെയിനിൻ്റെ സൈക്കിള് ഒരിക്കലും എൻഡ് ആവില്ല എന്നുള്ളതാണ്. ഇനി നമ്മളൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഗ്രോത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കണക്ഷനാണ്. അതായത് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ട്വിൻ ഫ്ലെയിം ബോണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെയധികം സെൽഫ് അവെയർനെസ് ഉണ്ടാവും. അതായത് സെൽഫ് അവെയർനെസ് വളരും. അതുപോലെ തന്നെ മ്യൂച്വലായിട്ടുള്ള ഒരു അവേക്കണിങ് രണ്ട് ഭാഗത്തും സംഭവിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈഗോ ബ്രേക്ക് ഡൗൺ ആകുന്നത് വഴി തന്നെ നമുക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ക്യാരക്ടറിലും നമ്മുടെ ലൈഫിലും സംഭവിക്കും. ലോങ് ടേം ആയിട്ടുള്ളൊരു ചേഞ്ചാണ് നമുക്ക് ഒരു ട്വിൻ ഫ്ലെയിം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കണക്ഷൻ വളരെ ഇൻറ്റൻസ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അതൊരു സ്പിരിച്വൽ ആണെന്നുള്ള ഒരു അർത്ഥമില്ല. പിന്നെ നമ്മുടെ പീസ്, അതുപോലെ തന്നെ നമ്മുടെ റെസ്പെക്റ്റ്, നമ്മുടെ ഇമോഷണൽ സേഫ്റ്റി, ഇതൊന്നും ഇല്ലാത്തതൊന്നും ഡിവൈൻലി ആയിട്ടുള്ളൊരു കണക്ഷൻ അല്ല.
നമുക്ക് ഇനി ഈ ട്രോമ ബോണ്ട് റിലേഷൻഷിപ്പിൽ നിന്നും തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. ബട്ട് ഇതൊരു ബ്രെയിൻ അഡിക്ഷൻ പോലെ ഓൾറെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമുക്ക് ഇത്തരം റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് മൂവ് ഓൺ ചെയ്യുന്നതും അതിൽ നിന്ന് നമുക്ക് ഹീലിംഗ് കിട്ടുന്നതും. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതായത് ഇതൊരു ലവ് അല്ല, ഇതൊരു ട്രോമ പാറ്റേൺ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം വേണം നമ്മൾ പതുക്കെ കോണ്ടാക്റ്റ് കുറച്ച് ഒരു ലിമിറ്റഡ് കോണ്ടാക്റ്റിലേക്ക് വരാനായിട്ട്. അതായത് അബാൻഡൻമെൻറ്റ് ഫിയർ കൊണ്ടാണോ, എൻ്റെ ചൈൽഡ്ഹുഡ് വാലിഡേഷൻ കിട്ടാത്തതിൻ്റെ പേരിലാണോ, ഞാൻ എന്താണ് ഇവിടെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു റൂട്ട് എന്താണെന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ വീക്ക് പോയിന്റിലേക്ക് വേണ്ട ഹീലിംഗ് ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ തന്നെ ലവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡി കെയർ, നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേൺ, നമ്മുടെ ഫുഡ്, നമ്മുടെ എക്സസൈസ്, നമ്മുടെ കരിയർ, പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബീസ്, ഇതിലോട്ടൊക്കെ നമ്മുടെ ഫോക്കസ് മാറ്റാം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് വരുന്നത് തോന്നും. നമ്മൾ നാച്ചുറലി തന്നെ നമ്മൾ എന്താ പറയുക ലൂസ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ കുറേശ്ശെ കാമായിട്ട് വരും. അപ്പോൾ അതിന് എക്സ്ട്രാ കുറച്ചും കൂടെ വേഗമാകണമെങ്കിൽ നമ്മൾ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസും നമ്മളൊരു നല്ലൊരു ജേർണലിങ് എഴുതുന്നൊരു രീതിയും ഒത്തിരി കൂടുതൽ സ്ലോ ആയിട്ട് ഒറ്റയ്ക്ക് നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ബോഡിയിൽ അത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു ടോക്സിസിറ്റിയും നമ്മളുടെ ഒരു എന്താ പറയുക ഒരു വലിഞ്ഞു മുറുകലും ഞരമ്പുകളുടെ അതൊക്കെ ഒന്ന് മാറി നമുക്കൊന്ന് കാമാവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ മിസ് ചെയ്യുന്നതാണ് ആ പേഴ്സൺ അല്ലേ. അപ്പോൾ നമ്മുടെ ഇമോഷണലിൻ്റെ ആ ഒരു ഹൈ ആൻഡ് ലോ ആ ഒരു സൈക്കിളിനെ നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം സേഫായിട്ട് ഡീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചുറ്റിനുള്ളവരിലേക്ക് ശ്രദ്ധിക്കുക. നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കെയർ ചെയ്യാനും ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നേരായ വഴി കാണിച്ചു തരാൻ ഏതോ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ നമ്മുടെ കോൺസെൻട്രേഷൻ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജോബിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ഇമോഷൻസിനെ മറ്റ് ഏരിയകളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഡിപ്പെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ പറ്റും. റീഡിങ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് റീഡിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ റൈറ്റിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ റൈറ്റിംഗ് ചെയ്യുന്നതും മറ്റെന്ത് മേഖലകളിലാണോ താല്പര്യം അത്തരം മേഖലകളിലേക്ക് നമ്മൾ കൂടുതൽ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള എനർജി ഡ്രെയിൻ ചെയ്യുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, നമ്മുടെ ഒരു ദിവസത്തെ 24 hours നമ്മൾ ഫുൾ ബിസി ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവ നമുക്ക് ഇത്തരത്തിലൊരു തോട്ടുകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്രെയിൻ എന്ത് ചെയ്യും, വേറൊരു സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷനിൽ നിന്നും എന്നേക്കുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ എത്രയും വേഗം അത് തിരിച്ചറിയുകയും തിരിച്ചു വരാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.